ഏകീകൃത കുർബാന തർക്കം സീറോ മലബാർ സഭയെ പിടിച്ചുകുലുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഏകീകൃത കുർബാന നിർബന്ധമായി നടപ്പാക്കണമെന്ന സർക്കുലർ ഇറക്കിയപ്പോൾ അത് കത്തിച്ചതുൾപ്പെടെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ സെന്റ് മേരീസ് ബസേലിക്കയിൽ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 21 വിമത വൈദികർ, സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണ ഇവർക്കാണെന്ന് പറയപ്പെടുന്നു. അവരുടെ പ്രാർത്ഥനായജ്ഞം നടത്തുകയായിരുന്നു. ഇവർക്കെതിരെ പോലീസ് നടപടിയുണ്ടായത് പുലർച്ചെ 5 മണിയോടെയാണ്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കണ്ടുവരാം. ഇന്ന് പുലർച്ചെ 5:20 സെന്റ് മേരീസ് ബസേലിക്കയിൽ പ്രാർത്ഥനായജ്ഞം നടത്തിക്കൊണ്ടിരുന്ന 21 വിമത വൈദികരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ സമയത്തോടുകൂടി ഈ വാർത്ത പുറത്ത് റിപ്പോർട്ടർ TV അടക്കം സംപ്രേഷണം ചെയ്തതോടുകൂടി വിമത വിഭാഗം ബസേലിക്കയുടെ പുറത്ത് തടിച്ചുകൂടുന്നു. പ്രായമായ വൈദികരെ മർദ്ദിച്ചതായും വലിച്ചിഴച്ചതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. വൈദികരാകട്ടെ പള്ളിക്ക് പുറത്ത് പ്രതിഷേധം തുടരുകയുമായിരുന്നു. ഇത് ബസേലിക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ രാവിലെ 5:20 പകർത്തിയത്. അതിനുശേഷമാണ് പള്ളിയുടെ പുറത്ത് വലിയ രീതിയിൽ വിമത വിഭാഗം സംഘടിച്ചെത്തുന്നു. അവർ വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കി എന്നറിഞ്ഞതോടുകൂടി പോലീസുമായി വാക്കേറ്റത്തിലേർപ്പെടുന്നു. വൈദികരാകട്ടെ പള്ളിക്ക് പുറത്ത് പ്രതിഷേധം തുടരുകയും ചെയ്തു. ഇത് പുലർച്ചെ 7 മണിക്കു ശേഷം പള്ളിയുടെ പുറത്ത് മതിൽക്കെട്ടിനുള്ളിൽ കണ്ട ദൃശ്യങ്ങളാണ്. എന്നെ അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. തുടർന്ന് അങ്ങോട്ട് കണ്ടത് തുടർച്ചയായ സംഘർഷമാണ്. മധ്യസ്ഥത വഹിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും വിമത വിഭാഗം വഴങ്ങിയില്ല. സ്ഥലത്തെത്തിയ ACPക്കെതിരെയും പ്രതിഷേധമുണ്ടായി. പോലീസും വിശ്വാസികളും തമ്മിൽ തർക്കവും വാക്കേറ്റവും തുടർന്നു. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ എല്ലാ ചർച്ചകളും പ്രാർത്ഥനായജ്ഞം നടത്തിയ വൈദികരെ പള്ളിക്കുള്ളിൽ കയറ്റിയതിനു ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് പ്രതിഷേധിച്ചവരും പറയുന്നു. അങ്ങനെ പോലീസ് ആദ്യഘട്ടത്തിൽ സംയമനം പാലിച്ചെങ്കിലും പിന്നീട് പ്രതിഷേധം തുടർന്നു. വൈദികരും വിശ്വാസികളും ഗേറ്റ് തള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമുണ്ടായി. ഉച്ചയോടെ പ്രതിഷേധത്തിനിടെ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർക്കുന്ന കാഴ്ചയും നമ്മൾ കാണാം. പ്രതിഷേധിക്കുന്നവർ ഒരു വിഭാഗവും പോലീസ് മറുവിഭാഗവുമായി സംഘടിച്ചെത്തിയതോടെ വലിയ സംഘർഷം രൂപപ്പെടുകയായിരുന്നു. സെന്റ് മേരീസ് ബസേലിക്കയുടെ പള്ളി തകർത്തതോടുകൂടി സംഘർഷം അതിരുവിട്ടു. പരമാവധി പോലീസും സംയമനം പാലിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സഭാസ്ഥാനത്ത് പ്രതിഷേധിച്ച 21 വൈദികരിൽ 6 വൈദികരെ സസ്പെൻഡ് ചെയ്തതായി ഉത്തരവും വന്നു. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ആ ദൃശ്യം കൂടി ഒന്ന് കാണാം. സംഘർഷത്തിനെല്ലാം ഇപ്പോഴിതാ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റമുണ്ടായിരിക്കുന്നുവെന്ന വാർത്തയാണ് ഈ വാർത്താ സായാഹ്നത്തിലെത്തുന്നത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സ്ഥാനമൊഴിഞ്ഞു. മാർ ജോസഫ് പംപ്ലാനിയാണ് പുതിയ ബിഷപ്പ്. ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനാണ് അതിരൂപതയുടെ ചുമതല. ഭരണമാറ്റം അതിരൂപതയുടെ വിജയമെന്ന് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു.
ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച അച്ഛന്മാരെ, കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്മാരെ കൊണ്ടൊന്ന് കൂരിയ മെമ്പേഴ്സ് ആക്കി വെച്ച് സസ്പെൻഷൻ ഓർഡർ ഇട്ട മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചു. അതിരൂപതയുടെ ചാർജ് ഈ ന്യായവും യുക്തവുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഏറ്റെടുത്തിരിക്കുന്നു. ജോസഫ് പാംപ്ലാനി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ 21 വൈദികരുടെ സഹനത്തിന്റെ ഫലമാണ് ജോയ്സ് അച്ഛന്റെ 3 ദിവസം നിരാകാരത്തിന്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും വിശ്വാസികളുടെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും നിരന്തരമായ സഹനത്തിന്റെയും ഫലമാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ വാർത്ത. അങ്ങനെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴിതാ 21 വൈദികർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. ഫാദർ രാജൻ പുന്നയ്ക്കലും ഫാദർ സെബാസ്റ്റ്യൻ തളിയത്തുമടക്കം പ്രതികളാണ്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും തടഞ്ഞുവെക്കൽ, അപായപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിരിക്കുന്നു. സ്വകാര്യ മുതലുകൾ നശിപ്പിച്ചതിനും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇനി ഈ കേസ് എങ്ങോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം.